പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ തങ്കച്ചിറകളിൽ മറിച്ച് സൂക്ഷിക്കട്ടെ. ഇന്നത്തെ മനപ്പാഠവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 23 24 വാക്യങ്ങളാണ്. യേശു അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവൻ അല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ഉള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏതൊരു വ്യക്തിയും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട പരമമായ ഒരു സത്യമായത്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ ഉറപ്പായിട്ടും ഈ വാക്യം മനസ്സിലാക്കും. എന്താ അവിടെ പറയുന്നത്? യേശു പറയുക, നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാണ്, ഞാനോ മേലിൽ നിന്നുള്ളവനാണ്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ലെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നിന്ന്, ഭൂമിയിലെ പൊടിയിൽ നിന്ന്, അല്ലേ? അവൻ ആദാമിൻ്റെ പാരമ്പര്യമാണ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ആദാം പാപം ചെയ്തു പോയി. ആ പാരമ്പര്യത്തിൽ വന്നവൻ എല്ലാവരും പാപികളാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുക, നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാണ്, ആദാമി പാരമ്പര്യമാണ്, പാപികളാണ്. എന്നാൽ ഞാനോ മേലിൽ നിന്നുള്ളവനാണ്. എന്ന് വെച്ചാൽ പക്ക സ്വർഗീയനാ. സ്വർഗത്തിലെ പിതാവായ ദൈവ ഏകനിൽ നിന്നും ജഡമെടുത്ത് വന്നവനാ. അവൻ്റെ ഏകജാതനാണ് ഞാൻ. എന്നെ നീ എന്ത് ലോകത്തോട് ഉപമിക്കരുത്, ലോകത്തിൻ്റെ പാരമ്പര്യത്തോട് കൂട്ടിച്ചേർക്കരുത്. അമ്മയില്ലാതെ കൊച്ചുണ്ടാവുമെന്ന് ചോദിക്കരുത്. മാതാവായ മറിയത്തിൽ ഞാൻ ജഡമെടുത്തവനാണെന്ന് നീ പറയരുത്. ഞാൻ പിതാവായ ദൈവം ഏകനിൽ നിന്നും ജഡമെടുത്ത പക്ക സ്വർഗീയനാണ്. അപ്പം എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുക, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കുമെന്ന്. ഏതാ? നമ്മൾ ലോകത്തിൽ നിന്നുള്ളവരാകയാൽ. വീണ്ടും യേശു എടുത്തു പറയാണ്, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നീ വിശ്വസിക്കാഞ്ഞാൽ. ഏത്? ഞാൻ പക്കാ സ്വർഗീയനാണ്, പിതാവായ ദൈവം ഏകനിൽ നിന്ന് മാത്രം ജഡമെടുത്ത് വന്നവനാണ് എന്ന പച്ച പരമാർത്ഥത്തെ നീ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വളരെ വളരെ സത്യമായൊരു കാര്യമാണ്. ആകയാൽ ഇന്ന് ഉറപ്പിക്കണം, എൻ്റെ യേശുവിൻ്റെ പിതൃത്വം സ്വർഗത്തിലെ പിതാവിൽ നിന്നുമാണ്. നമ്മുടെ കർത്താവിന് ലോകവുമായി, പാപവുമായി, മനുഷ്യനുമായി ഒരു ബന്ധവുമില്ല. ആ പരമാർത്ഥം നമ്മൾ വിശ്വസിക്കണം, അതിനെ തന്നെ നമ്മൾ സ്വീകരിക്കണം. എൻ്റെ യേശു പക്ക സ്വർഗീയനാണെന്ന് സമ്മതിക്കണം, അംഗീകരിച്ച് അതിൽ തന്നെ നിലകൊള്ളണം. എങ്കിൽ മാത്രമേ ഉള്ളൂ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മളൊരു അനുഗ്രഹമാകത്തുള്ളൂ. മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ നമ്മൾ മരിക്കാതിരിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ സ്വർഗീയ പിതാവിനാൽ അയക്കപ്പെട്ടവൻ കാൽവറിനാഥൻ, അവൻ പക്കാ സ്വർഗീയനാണ്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയവനാണെന്ന് വിശ്വസിച്ചാൽ സമ്പൂർണ്ണ മോചനമാണ്, നിത്യജീവൻ ഗ്യാരൻറ്റീഡ്. എന്നെ കർത്താവ്, ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, തങ്കച്ചിറകളിൽ മറിച്ച് സൂക്ഷിക്കട്ടെ, വമ്പൻ അത്ഭുതമാക്കട്ടെ. ആമേൻ, ആമേൻ. ഈ വാക്യം മനപ്പാടാക്കാൻ മറക്കല്ലേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.